ഇനി ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന പോലെ പറയാണ്. എന്താ, ഞാൻ എല്ലാവർക്കും ഇങ്ങനെ എൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. അപ്പം എനിക്ക് ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചിയുണ്ട്. അപ്പച്ചി ഹൈദരാബാദിലാണ്. അപ്പം അപ്പച്ചി ചേച്ചിയുടെ അടുത്തുണ്ട്. ചേച്ചി, ചേട്ടൻ, അവരുടെ രണ്ടുപേരുടെയും ഒരു മോളുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഞാനോട് ചോദിച്ചിട്ടേ പേര് പറയുന്നുള്ളൂ. അപ്പം എൻ്റെ അച്ഛന് 2 പെങ്ങന്മാരാണുള്ളത്, 2 ചേട്ടന്മാരും. അപ്പോൾ ഇതിൽ ഒരു പെങ്ങളാണ് എൻ്റെ അപ്പച്ചി, ഹൈദരാബാദിലാണ്. ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഞാൻ നേരത്തെയൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ മോൻകുട്ടൻ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു മോൻ എന്നുള്ളത് എനിക്ക് കിട്ടിയത് എൻ്റെ അപ്പച്ചിമാരിൽ നിന്നാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളെയും, അത് എന്നെ, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോള്, അതിൻ്റെ ചേട്ടൻ്റെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ മോള്, ഞങ്ങൾ 3 പെൺപിള്ളേർ, എല്ലാവരെയും മോനെ എന്നതാണ് ഈ അപ്പച്ചിമാർ രണ്ടുപേരും കൂടുതലായിട്ട് വിളിക്കുക. മോളെ എന്നല്ല, മോനെ എന്നാണ്. അത് ഭയങ്കര ഒരു എഫക്റ്റാണ്, നമ്മുടെ ഒരു ഫീലാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെയും അങ്ങനെ മോൻകുട്ടനെന്ന് വിളിക്കുന്നത്. അപ്പോൾ അപ്പച്ചിയൊക്കെ ഭയങ്കര സന്തോഷം, ചെയ്തല്ലോ, അങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. എനിക്ക് എൻ്റെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ആരും എന്നോട് കൊള്ളില്ല, അല്ലെങ്കിൽ ഇതെന്തിനാണ്, ഇത് വേണ്ടിയിരുന്നില്ല എന്നൊരു നെഗറ്റീവ് അഭിപ്രായം ഇതുവരെയും ആരും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം ഭയങ്കരമാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും എന്ന് കരുതുന്നുണ്ട്. അതുമാത്രമല്ല, വലിയൊരു സംഭവമുണ്ട്, മറ്റൊരു കാര്യം. കാരണം എല്ലാവർക്കും ഈ ഇങ്ങനൊരു ചാനൽ തുടങ്ങണമെന്നുള്ള ആഗ്രഹം പലർക്കും ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, 1-2 പേർക്ക് ഓൾറെഡി ചാനലുണ്ട്, പക്ഷേ ആരും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം ഒരു ടൈം എത്തുമ്പം പറയേണ്ടത് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒരു ഫലം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിനൊരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മളത് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതും കൂടെ വെറുതെ ആയിപ്പോവും. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും എന്നോട് സംസാരിക്കുന്നതും മറ്റുള്ള ഫീലിങ്സും എല്ലാം പങ്കുവയ്ക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം ഇതേ ഫീലിങ്സ് അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സൊന്ന് ശാന്തമാവട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. അതേതായാലും ഇത്രയധികം ആളുകൾ ആരോടും ചോദിക്കാതെ പറയാതെ എനിക്ക് 500 പേരെയും 500 സുഹൃത്തുക്കളെയും, അങ്ങനെ പറയട്ടെ, 500 സുഹൃത്തുക്കളെയും 1000-ലധികം മണിക്കൂറുകളും കിട്ടി. അതും എൻ്റെ ഫേസ് പോലും കാണിക്കാതെ എൻ്റെ ശബ്ദം മാത്രം കേട്ട് എന്നെ ഇത്രയധികം സ്നേഹിച്ച് അംഗീകരിച്ച്, അല്ലേ, അതൊക്കെ എനിക്ക് ഓർക്കും ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ കുറേ ആളുകളുണ്ട് എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പം ഇപ്പോൾ എൻ്റെ വീഡിയോസ് കേൾക്കുന്നവർക്ക് കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. പിന്നെ അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്ന അങ്ങനെയല്ല, ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെയൊക്കെ സപ്പോർട്ട് വളരെ സംഭവമാണ്. ഇപ്പം പുതിയൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. ആ ചേട്ടൻ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട്, കാരണം നമുക്ക് ഈ ടൈപ്പ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും എല്ലാ വീഡിയോസും കേട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയെക്കുറിച്ച് ഒരു കമൻറ്റ് എന്തായാലും ആ ചേട്ടൻ ഇട്ടിരിക്കും. അത് കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇനിയും ചെയ്യാം എന്ന ഒരു കമൻറ്റ് മതി, അത്തരത്തിലുള്ള ഒരു കമൻറ്റ് മതി നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട്. പിന്നെ സ്ഥിരം കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഇപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കുന്നതല്ല, അവർ അവിടെ ജോലി തിരക്ക് കൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ തിരക്കും, എന്ത് പറ്റി, തിരക്കായതുകൊണ്ടാണ്, ഞങ്ങളിടയ്ക്ക് വീഡിയോസ് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അല്ലേ. അങ്ങനെ വേണമല്ലോ, ഒരു പാലവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ, അല്ലേ. അപ്പോൾ വീണ്ടും എല്ലാവരും കേൾക്കാം. ഇപ്പം പുതിയ എൻ്റെ സ്വന്തക്കാരെ കുറേയധികം 500-ന് മുകളിൽ എൻ്റെ വീഡിയോസ് ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം. അങ്ങനെ എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കൂ. ഓക്കെ.